റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി. തോട്ടപ്പള്ളിയിലുണ്ടായത് ഗുരുതര വീഴ്ച. പുഴയിൽ മണൽത്തിട്ടകൾ നീക്കി ആഴം കൂട്ടാത്തത് നീരൊഴുക്ക് വലിയ തോതിൽ കുറച്ചു. സ്പിൽവേയിലൂടെ 1800 ക്യൂബിക് മീറ്റർ ജലം ഒഴുക്കാമായിരുന്നിട്ടും 600 ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമാണ് ഒഴുക്കിയത്. മണൽ നീക്കാത്തതിനാൽ സ്പിൽവേ ഷട്ടറുകളിൽ മാലിന്യം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മനീഷ് മഹിപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഴക്കാലത്ത് കിഴക്കൻ മലയോര മേഖലകളിൽ നിന്ന് കുട്ടനാട്ടിലേക്ക് എത്തുന്ന ജലം യഥാക്രമം അറബിക്കടലിലേക്ക് പോകാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. എന്നാൽ ഇത്തവണ ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. ഒരു സെക്കൻഡിൽ 1800 ക്യൂബിക് മീറ്റർ പോകേണ്ട ജലം പക്ഷേ ഇപ്പോൾ പോകുന്നത് 600 മീറ്റർ മാത്രമാണ്. ഇങ്ങനെ മഴക്കാലത്ത് ഒഴുക്കിവിടുന്നത് 1800 മീറ്റർ, അത്രയും വ്യാപ്തിയിൽ ഒഴുക്കിവിടുമ്പോൾ വെറും 1/3 ജലം മാത്രം ഒഴുക്കിവിടുന്നു എന്ന് മാത്രമല്ല, ഈ പൊഴിമുഖത്ത് ആഴം കൂട്ടിയില്ല എന്ന ഗുരുതര വീഴ്ചയുണ്ടായി. നിലവിൽ സ്വാഭാവികമായി മുറിഞ്ഞ 100 മീറ്റർ മാത്രമുള്ള വീതിയിലാണ് മണൽ മാറി ജലം കടലിലേക്ക് ഒഴുകുന്നത്. പക്ഷേ ഇവിടെ 100 മീറ്റർ അല്ല, 400 മീറ്റർ വേണം. സ്പിൽവേയുടെ വീതി 365 ആണ്. ആ 365 വീതിയിലൂടെ സ്പിൽവേയിലൂടെ കടന്നു വരുന്ന ജലം പോകാൻ 100 മീറ്റർ മാത്രം വ്യാപ്തിയുള്ളപ്പോൾ ഇപ്പോഴിതാ റിപ്പോർട്ടർ വാർത്തയിൽ കണ്ണിൽ പൊടി വാരിയിടാൻ എന്ന വണ്ണമാണ് ഇപ്പോഴിതാ JCB ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും മണൽ നീക്കം ചെയ്യുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലായി എന്ന് മാത്രമല്ല, കിഴക്കൻ നാട്ടിൽ നിന്നെത്തിയ വലിയ മാലിന്യങ്ങൾ തോട്ടപ്പള്ളി സ്പിൽവേയിൽ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ വലിയ പരാജയമുണ്ടായി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ക്യാമറമാൻ കണ്ണൻ മുഹമ്മയ്ക്കൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിപാൽ, ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ തോട്ടപ്പള്ളിയിലെ പുഴിമുറിക്കൽ പ്രതിസന്ധിയിൽ മന്ത്രിതല ഇടപെടൽ. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് കാരണം പുഴിമുറിക്കാത്തതാണെന്ന വാർത്ത ഇന്ന് രാവിലെ റിപ്പോർട്ടറാണ് ആദ്യം പുറത്തുവിട്ടത്. വാർത്തയ്ക്ക് പിന്നാലെ കുട്ടനാട് MLA-യും ജില്ലാ കളക്ടറും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും M. ലിജുവും തോട്ടപ്പള്ളി സന്ദർശിച്ചു. പുഴിമുറിക്കൽ മുഴുവൻ സമയവും നടത്തുമെന്നും നിരീക്ഷണത്തിന് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ സദാസമയം നിയോഗിക്കുമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി.